ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 1 കപ്പ് സാധാ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊരു ബാറ്ററാക്കി എടുക്കുക. നല്ലൊരു ദോശയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ബാറ്ററാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാറ്റർ വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പഴം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ദോശ ഒന്ന് ചുട്ടെടുക്കണം. ഇതിനായിട്ട് ഞാനിത് ഒരു ദോശ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഓരോ ദോശകളായിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സ്നാക്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ കുട്ടികൾക്ക് സ്കൂൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2 സൈഡും ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക. ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള ദോശകളും ഓരോന്നായിട്ട് ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോന്ന് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഞാനൊരു ദോശയിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിന് വേറെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. അധികം ഓയിലൊന്നും ചേർക്കാതെയാണല്ലോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധാ ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.